പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായ അബ്ദുൽ ഗനി നാബുൽസി റഹിമഹുല്ലാ തൻ്റെ വിഖ്യാത സ്വപ്നവ്യാഖ്യാന ഗ്രന്ഥമായ താത്തീറുൽ അനാം ഫി തഅബീരിൽ മനാം എന്ന കിതാബിൽ വ്യക്തമാക്കുന്നു, സ്വപ്നത്തിലൊരു മാരിസ്ഥാൻ അഥവാ ആശുപത്രിയോ ഭ്രാന്താലയമോ കണ്ടാൽ അതിന് പലവിധ വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്നാമതായി, ഇതൊരു ശുചിമുറിയെ, ബാത്റൂമിനെ സൂചിപ്പിക്കാം. കാരണം അത് ജിന്നുകളുടെയും പിശാചുക്കളുടെയും താവളമാണ്. അവിടെ നഗ്നത വെളിപ്പെടുകയും മോശമായ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, ഇത് കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തെ, മക്തബ് സൂചിപ്പിക്കാം. കാരണം അവിടെ കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കുകയും അവരോട് ദയ കാണിക്കുകയും ഖുർആനും അറിവുകളും പഠിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റു ചിലപ്പോൾ ഇത് വെറുതെ സമയം കളയുന്ന വിനോദങ്ങൾ, തമാശകൾ, ധനനഷ്ടം, കുടുംബവുമായുള്ള വേർപിരിയൽ എന്നിവയെയും സൂചിപ്പിക്കാം. ഇനി സ്വപ്നത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ നോക്കാം. ഒരു മരിച്ച വ്യക്തിയെയാണ് നിങ്ങൾ അവിടെ കണ്ടതെങ്കിൽ അയാൾ നരകത്തിലാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം ആശുപത്രി എന്നത് ചങ്ങലകളുടെയും വിലങ്ങുകളുടെയും ഇടമാണ്. നിങ്ങൾ രോഗികളോടൊപ്പം ആശുപത്രിയിലാണെന്ന് സ്വപ്നം കണ്ടാൽ അത് നിയമപരമായ തടവറയെ, ജയിലിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഭ്രാന്തന്മാരുടെ കൂടെയാണെങ്കിൽ അത് കുറ്റവാളികൾക്കുള്ള ജയിലിനെയാണ് കാണിക്കുന്നത്. ആരോഗ്യവാനായ ഒരാളാണ് ഇത് കാണുന്നതെങ്കിൽ അയാൾക്ക് രോഗം ബാധിച്ചേക്കാം. രോഗിയാണെങ്കിൽ രോഗം നീണ്ടു നിന്നേക്കാം. അല്ലെങ്കിൽ അന്യദേശത്ത് വെച്ചുള്ള മരണത്തെയോ രക്തസാക്ഷിത്വത്തെയോ ഇത് സൂചിപ്പിക്കുന്നു. എന്നാൽ ഒരു ദരിദ്രനാണ് ഈ സ്വപ്നം കാണുന്നതെങ്കിൽ അത് ശുഭസൂചനയാണ്. ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നന്മകളിലൂടെയും സഹായങ്ങളിലൂടെയും അയാൾക്ക് വലിയ ഐശ്വര്യവും സമൃദ്ധിയും കൈവരാൻ പോകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ചുരുക്കത്തിൽ, ഈ ഒരു സ്വപ്നം കാണുന്ന വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ, സാമ്പത്തികാവസ്ഥ, ആരോഗ്യം എന്നിവയ്ക്കനുസരിച്ച് ഇതിൻ്റെ അന്തിമ വ്യാഖ്യാനം പൂർണ്ണമായും മാറിമറിയാം എന്നാണ് മഹാനവർകൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.